വടകര ജില്ലാ ആശുപത്രി നേരിടുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ഏറെ നാളായുള്ള ആവശ്യമായ ഫോറൻസിക് സർജറി നിയമനം ഉടൻ നടത്തുമെന്ന് ഉറപ്പു നൽകി. ആശുപത്രി നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ എത്തിയതായിരുന്നു മന്ത്രി. ആശുപത്രി അധികൃതരുമായും ജനപ്രതിനിധികളുമായും അദ്ദേഹം വിശദമായ ചർച്ച നടത്തി. ഏറ്റവും പ്രധാനമായി വടകര ജില്ലാ ആശുപത്രിയിൽ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഫോറൻസിക് സർജൻ നിയമനം ഉടൻ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്താകെയുള്ള 20 ഫോറൻസിക് സർജന്മാരിൽ ഒരാളെ വടകരയിലേക്ക് അടിയന്തരമായി നിയോഗിക്കാനാണ് നടപടി. കൂടാതെ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആശുപത്രി സൂപ്രണ്ട് തസ്തികയിൽ ഉടൻ തന്നെ നിയമനം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്ന് അധികൃതർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതിനോടൊപ്പം ധന്വന്തരി ഡയാലിസിസ് സെന്ററിന്റെ ഫണ്ട് ആശുപത്രി HMCയുടെ ഭാഗമാക്കി മാറ്റണമെന്നും ഇത് ആശുപത്രിയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും അധികൃതർ മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MP ആയിരുന്നപ്പോഴാണ് സാങ്ഷനാക്കിയത്. പക്ഷേ ഈ മാസം 20-ാം തീയതിയോടുകൂടെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. പൂർത്തിയാക്കാൻ 2 വർഷം വേണം. അതോടൊപ്പം തന്നെ ഒരു ഫോറൻസിക് സർജൻ്റെ ആവശ്യം ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം 20 ഫോറൻസിക് സർജന്മാരേ ഉള്ളൂ. അപ്പോൾ അതിലൊരാൾ ഇങ്ങോട്ട് നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അടിസ്ഥാനപരമായി കുറേ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെയുള്ള അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിക്കും. സൂപ്രണ്ട് ഒരാഴ്ചക്കുള്ളിൽ പുതിയ സൂപ്രണ്ടിനെ ചാർജ് എടുക്കും. അത് ഫോറൻസിക്കിനെ ഞാൻ പറഞ്ഞത്, ഫോറൻസിക് സർജന്മാർ കേരളത്തിലാകെ 20 ഉള്ളൂ. പക്ഷേ അതിൽ ഒരാളെ ഇവിടെ നിയോഗിക്കാൻ തീരുമാനിച്ചു.